ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് അത് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ചപ്പാത്തി പോലും തോറ്റുപോകുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പച്ചപ്പാലാണ് കേട്ടോ. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്കുള്ള അളവാണ് കേട്ടോ പറഞ്ഞത്. 1 കപ്പ് പാലും 2 കോഴിമുട്ടയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയും പാലും കൂടെ ചേർന്നിട്ടുള്ള മിക്സ് ഇല്ലേ, അത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ കോഴിമുട്ടയും പാലും കൂടെ ചേർന്ന മിക്സും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തവി ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടുന്നുണ്ട്. നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഓയിലൊന്നും ഇല്ലാതെ ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ ഓയിലില്ലാതെ മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് ഇൻഗ്രീഡിയൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയായിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയ്യ് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഷേപ്പിൽ നമ്മുടെ ഈ ഒരു ദോശ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം എണ്ണയൊന്നും പുരട്ടാതെ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നല്ല പശുവിൻ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എണ്ണ പുരട്ടാതെ ചെയ്തതാണ് കേട്ടോ. എണ്ണ പുരട്ടാതെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ട് തന്നെ ഇത് കിട്ടും. നോക്കൂ, അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.